സുവിശേഷം ജീവിച്ച ആളാണ്. സുവിശേഷം ജീവിതത്തിൽ കൊണ്ടുവരുന്നയാളാണ്. 2 തിമോത്തി 1:5 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ വലിയമ്മയായ ലോഹിസിനും അമ്മയായ എമിലിക്കും ഉണ്ടായിരുന്ന വിശ്വാസം നിനക്കും ഉണ്ട് എന്ന് ഉറപ്പാക്കണം. അതാണ് വിശ്വാസത്തിന്റെ കൈമാറ്റം. വലിയമ്മയുടെയും അമ്മയുടെയും വിശ്വാസം ഉറപ്പാക്കിയാൽ നമ്മുടെ തിരുസഭയിൽ പരിശുദ്ധമായ ഒരു ട്രഡീഷൻ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. നമ്മളും ഇവിടെ അങ്ങനെയാണല്ലോ. നമ്മളുടെ മാതാപിതാക്കളിൽ നിന്ന് അവർ നമുക്ക് പകർന്നു തന്ന ആ വിശ്വാസമാണ് അൽഫോൻസാമ്മയുടെ പുണ്യ കബറിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ളത്. സുവിശേഷത്തിന്റെ ഹൃദയം എന്തെന്ന് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു അമ്മ. സഭയുടെ വിശുദ്ധമായ പാരമ്പര്യങ്ങളോട് ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പുണ്യ കബറിൽ ആയിരക്കണക്കിന് വിശ്വാസികളും ഇതര മതസ്ഥരും എല്ലാം എത്തുന്നത്. അൽഫോൻസാമ്മയുടെ സഹനത്തിന്റെ ഡാർക്ക്നെസ് പോലും അമ്മ ഒരു ലൂമിനോസിറ്റി കണ്ടിരുന്നു. അതികഠിനമായ സഹനങ്ങളുടെ രാത്രികളിൽ ഇരുട്ടിൽ അമ്മ കണ്ട പ്രകാശം ഈശോയായിരുന്നു. ലൂമിനസ് ആയിട്ടുള്ള ആ ഒരു ദർശനമാണ് അമ്മ ഇന്നും നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത്. ഇവിടെ വരുന്നവർക്കെല്ലാം ഒരു ഉണർവ്, ഉന്മേഷം കിട്ടുന്നുണ്ട്. കുർബാനയിൽ പങ്കെടുക്കാം, നമസ്കരിക്കാം, നൊവേനയിൽ ചേർന്ന് നിൽക്കാം, പുണ്യങ്ങളുടെ ശ്രദ്ധിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നല്ല സാധ്യതകളുള്ളതുകൊണ്ട് വലിയൊരു ഉന്മേഷം കിട്ടുന്നുണ്ട്. ശാസ്ത്ര വിഷയങ്ങളില് എഫർവെസൻസ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് അറിയാമായിരിക്കും. അൽഫോൻസിയൻ ടൂമിൽ വരുമ്പോൾ ഒരു കളക്റ്റീവ് എഫർവെസൻസ് ഉണ്ടാകുന്നു. ഒരു തിളച്ച് പൊങ്ങല്, ഒരു എരിവ്, ഒരു വാന്ത്, ഒരു ഉന്മേഷം, ഇതൊക്കെയാണ് എഫർവെസൻസ്. ഇവിടെ നമ്മൾ 100 കണക്കിന് ആളുകൾ ഇവിടെ മണിയൂട്ട് നിറഞ്ഞു നിൽക്കുന്നത് ആ കളക്റ്റീവ് എഫർവെസൻസ്, ഒരു പൊതുവായ സംഘാതമായ ഒരു വാന്ത് നമ്മുടെ വിശുദ്ധ പാരമ്പര്യങ്ങളിലേക്കുള്ള ഒരു പുനഃപ്രവേശനമൊക്കെ ഇവിടെ നടപ്പാകുന്നു എന്നതുകൊണ്ടാണ്. നമുക്ക് അറിയാമല്ലോ, സഭയുടെ ഏറ്റവും കാതലായ യാഥാർത്ഥ്യം അപ്പസ്തോലിക് ട്രഡീഷനാണ്. അപ്പസ്തോലിക് ട്രഡീഷനും അപ്പസ്തോലിക് സക്സഷനും 2 കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നു. പക്ഷേ അത് പരസ്പരം നിർവചിക്കുന്നതാണ്. സക്സഷൻ, തുടർച്ച എന്ന് പറയുന്നത് it is a form of tradition. വിശുദ്ധമായ ഒരു പാരമ്പര്യം ഉണ്ട് എന്നതിന്റെ ഫോമാണ് തുടർച്ച. അൽഫോൻസാമ്മയുടെ പുണ്യകുടീരം ലോകത്തിലുള്ള എല്ലാ വിശുദ്ധരുടെയും പുണ്യകുടീരങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. അവിടെയാണ് സക്സഷൻ, ഒരു തുടർച്ച. അത് വൈദികതയും ശുശ്രൂഷകളിലും മേലപേക്ഷ ശുശ്രൂഷകളിലുമെല്ലാം നമ്മൾ സക്സഷൻ എന്ന് പറയാറുണ്ട്. എന്നാൽ ട്രഡീഷൻ ഈസ് ദ കണ്ടന്റ് ഓഫ് സക്സഷൻ. നമ്മുടെ തുടർച്ചയിലാണ്. ഞാനാണ് ഇപ്പോഴത്തെ ആള്, ഈ കുടീരമാണ് ഏറ്റവും നല്ല പുണ്യകുടീരം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ
അതിൻ്റെ കണ്ടന്റ് ട്രഡീഷനായിരുന്നു. കണ്ടന്റ് ഇല്ലാത്ത സക്സഷൻ ഏത് കാര്യത്തിലും ഉപദ്രവം ചെയ്യുകയുള്ളൂ. കൊറിയാൻ സഭയിൽ ആയിരക്കണക്കിന് വിശുദ്ധ കുടീരങ്ങളുണ്ട്. ആ കുടീരങ്ങളെല്ലാം പരിശുദ്ധ സഭയുടെ ആ ഒരു ട്രഡീഷൻ, സുവിശേഷമാകുന്ന ആ ട്രഡീഷന് ജീവിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചവരാണ്. അങ്ങനെ നമ്മളിവിടെ പരിശുദ്ധ പാരമ്പര്യവും അതിൻ്റെ തുടർച്ചയും ഒരുമിച്ച് ഒറ്റ വ്യക്തി എന്നതുപോലെ നമ്മളിവിടെ കണ്ടുമുട്ടുകയാണ്. അമ്മ ഇന്ന് വിശുദ്ധരുടെ ഗണത്തിലെ വേണുഭൂഷ കത്തി ജ്വലിച്ചു നിൽക്കുന്ന മുൾപ്പടർപ്പ് പോലെയാണ്. അവിടെ ഒന്നും കത്തിയാർന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ജ്വാലയായിട്ട് വെളിഭൂഷായിട്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ ചരിത്രവും പാരമ്പര്യവും ലിറ്ററേച്ചറും ആത്മീയതയും എല്ലാം ഒന്നിച്ച് ചേരുകയാണ്. ഈ പുതിയ കുടീരത്തിൽ വന്നു പോകുന്നവർക്കെല്ലാം ലഭിക്കുന്നതാണ്. ഇവിടെ രണ്ട് സംഗീത വഴികൾ ഒരുക്കി നമ്മളിപ്പോൾ കൊടുത്തല്ലോ. എനിക്ക് ഒരു ചിന്ത അതേക്കുറിച്ച് പറയാനുള്ളത്, Saint Alphonse advises us to hear the music behind the noise. ഒരുപാട് കോലാഹലങ്ങള്, ശബ്ദങ്ങള് ഇന്ന് ലോകത്തിലുണ്ട്. അതിന് ഇടയിൽ, ആ ശബ്ദങ്ങളുടെ ഇടയിൽ മ്യൂസിക് കണ്ടെത്താനായിട്ട്, എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് സഭ പൊയറ്റിക്കലാകുന്നത്, സമൂഹം പൊയറ്റിക്കലാകുന്നത്, ഒരു വീട് പൊയറ്റിക്കലാകുന്നത്. ഒച്ചപ്പാടുകൾക്കിടയിൽ മ്യൂസിക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യണം. പ്രിയനായ പിതാവ് നമ്മുടെ കൂട്ടത്തിലുള്ള വലിയൊരു ശക്തിയാണ്. ആ മ്യൂസിക്കാണ് നമ്മളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യമായിട്ട് അൽഫോൻസ് സ്വാമി നമുക്ക് വരുന്നത്. എല്ലാ വേദനകളുടെ നടുവിലും നമ്മുടെ സംഗീതം, അതിന്റെ സൗന്ദര്യം പൊയറ്റിക്കലാകാനുള്ള നമ്മുടെ ആ ഒരു ഉൾവഴി നമ്മൾ കണ്ടെത്തുക. അൽഫോൻസ് സ്വാമിയുടെ സൂക്തങ്ങളെല്ലാം പൊയറ്റിക്കലാണ്, പ്രോത്സാഹിക്കാണ് നമ്മൾ എഴുതിയിരിക്കുന്നതെങ്കിലും അതെല്ലാം പൊയറ്റിക്കലാണ്. സഹനത്തിലൂടെ അമ്മ ഈശോയുടെ സ്വരൂപത്തിലും സ്വഭാവത്തിലും പങ്കുചേരുകയാണ്. ഈശോയുടെ സ്വരൂപം, ഈശോയുടെ സ്വഭാവം, അതാണ് അമ്മയുടെ ചരിത്രം, അമ്മയുടെ വേദനയുടെ ചരിത്രം. വിശ്വാസം എന്ന് പറയുന്നത് വിശേഷപ്പെട്ട ശ്വാസമാണെന്ന് പറയാറുണ്ട്. വിശേഷപ്പെട്ട ശ്വാസമാണ്. ദൈവം ശ്വാസം നമ്മളിലേക്ക് ഊതി ജീവൻ നൽകി. അതാണ് നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശ്വാസ പ്രമാണവും. ആധുനിക മനുഷ്യന് നഷ്ടപ്പെട്ടത് ഇത്തരത്തിലുള്ള ശ്വാസമാണ്. വിശ്വാസമാകുന്ന ആ വിശ്വാസം, വിശ്വാസ പ്രമാണമാകുന്ന ആ വിശ്വാസം. നമ്മളോട് ആവശ്യപ്പെടുന്നത് ഈ ശ്വാസം നമ്മുടെ തിരിച്ചെടുക്കണമെന്നാണ്. അന്തരമായിട്ട് നിരവധിയായ വേദന അനുഭവിക്കുന്ന ആളുകളുണ്ട്. ആന്തരിക അന്യവൽക്കരണം, ഇൻവേർഡ് എലിമെന്റ്, ലോൺലിനെസ് ഒക്കെ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിനെല്ലാം ഒരു ആശ്വാസം ഇവിടെ വന്ന് ഈശോയുടെ സ്വരൂപത്തിലേക്ക്, സ്വഭാവത്തിലേക്ക് തന്നെ വിട്ടുകൊടുത്ത് വിശുദ്ധിയായിട്ടുള്ള അമ്മയാണ്. അമ്മയെ
നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. സഭ ഭാരതത്തിലെ സഭ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം. പരിശുദ്ധ സഭ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഫർണിച്ചർ തന്നെ. ഒരിക്കൽ നമ്മൾ ഒരു മേശ മേടിച്ചിട്ടു, അതിൽ പതിനാണ്ടുകളൊക്കെ കിടക്കുന്നത് മതി. സഭ അങ്ങനെയല്ല. അസിസിയിലെ ഫ്രാൻസിസിനോട് അവിടുത്തെ സന്തോമിയാനോ ദേവാലയത്തിലെ കുരിശിൽ നിന്ന് ദൈവം സംസാരിച്ചല്ലോ, prepare my church. എന്റെ പള്ളിയെ നീ പ്രിപ്പയർ ചെയ്യണം. അതിന്റെ അർത്ഥം പറയുന്നതായി. അതിന്റെ അർത്ഥം prepare the church for an entire missionary work. ആ ചെറിയ ദേവാലയത്തിന്റെ മെയിൻ്റനൻസ് അല്ല ആ ക്രീസിൽ നിന്ന് കേട്ട ശബ്ദം. ഈശോയുടെ സഭയെ മുഴുവൻ പ്രിപ്പയർ ചെയ്യുക, ഒരുക്കുക, ലോകത്തിന് മുഴുവനും ആശ്വാസപ്പെട്ടാനായിട്ട് എന്ന വ്യാഖ്യാനം നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. പ്രീച്ചിങ് ദ ഗോസ്പൽ നമുക്കെല്ലാം മാതൃകയായിട്ട് പറഞ്ഞു. ഇത് സ്വാമിയുടെ വീടാണ്, പള്ളിയാണ്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികൾക്കും ആശ്വാസം കിട്ടുന്നത്. നമ്മുടെ സഭയിലെ ഓരോ കാര്യത്തിലും റെസ്പോൺസിബിൾ ആണ്. അങ്ങനെ നമ്മുടെ പൊതുവെയുള്ള രീതിയിൽ ആക്കിത്തീർക്കുമ്പോൾ ഈ പെരുന്നാളാഘോഷങ്ങളെ നമുക്ക് എന്നും ആശ്വാസവും ദൈവത്തോടുള്ള അടുപ്പവും ആകും. ഇവിടെ വരുമ്പോഴെല്ലാം പ്രതീക്ഷായി ആദ്യമാതാപിതാക്കൾ ദൈവത്തിന്റെ കരങ്ങളിൽ പിടിച്ച് നടന്ന അനുഭവം എല്ലാവർക്കും ഈശോയുടെ കരം പിടിച്ച് നടക്കുന്നതുപോലെയാണ് സ്വാമിയുടെ പുണ്യ ശബരങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ നമുക്കെല്ലാവർക്കും അനുഭവിക്കുമാറുന്നത്. ഈ വലിയ ദിവസത്തിലെ ഇതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും തീരുമാനപ്പെട്ട ചെയ്തു. ആഴ്ചകൾക്ക് മുമ്പ് ഇതിന് വേണ്ട വേണ്ടിയും നമ്മളെല്ലാം ചെയ്യുകയും പലതവണ എന്നെയും പൊതുസമൂഹത്തെയും എല്ലാം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇവരുടെ അച്ഛന്മാരെല്ലാം സഹകരിച്ചു. മറ്റു എല്ലാം കൊണ്ട് ധാരാളം വിശ്വാസികൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ഥിതിയായ പ്രഗത്ഭരാവ് എന്നും പരായുടെ പണങ്ങാനത്തിന്റെ പുറലങ്ങാടിന്റെ ചെറുപ്പത്തിന്റെ എല്ലാം വലിയ സംരക്ഷകനാണ്. അവിടെ എല്ലാം അഭിനയാവ് അർപ്പിക്കുകയും വലിയ സന്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അനുഗ്രഹമാണ് സാന്നിധ്യം എന്നും പരായെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന പിതാവിനെയും ഞാൻ സ്നേഹത്തോടെ ഈ അവസരത്തോടെ എല്ലാവരെയും സ്വാമിക്ക് സമർപ്പിക്കുന്നു.